അതുകൊണ്ട് ഇത്രയും കൊഞ്ചാണ് മേടിച്ചത്. ഇനി ഇതെല്ലാം വൃത്തിയാക്കണം. അതാണ് മെയിനൊക്കെ ഇട്ട പരിപാടി. കൊഞ്ച് വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ പ്ലാസ്റ്റിക് എടുക്കാനായിട്ട് ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു. ഈ മാസം ഇവിടെ നിന്ന് ഈ ഏരിയയിൽ നിന്ന് പ്ലാസ്റ്റിക് എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങളിവിടെ ഇല്ലാത്തത് കൊണ്ട് രാവിലെ ഞാൻ വിളിച്ച് ഇങ്ങോട്ട് വരുമോ എടുക്കാനെന്ന് ചോദിച്ചപ്പം പറഞ്ഞു വന്ന് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു വീട് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ അവർ വന്നതാണ്. അപ്പം ഞാനതൊക്കെ എടുത്ത് കൊടുത്തിട്ട് എഴുതിയ റെസിപ്റ്റിലെ ഡേറ്റും ആ ബുക്കിലെ ഡേറ്റും എല്ലാം കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് റെസിപ്റ്റ് എല്ലാം ഞാൻ ആ ബുക്കിനകത്ത് തന്നെ ആക്കി വെച്ച്. എന്നിട്ട് കുറച്ച് കൊഞ്ചിലേക്ക് പൊരിക്കാനുള്ളതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഒരു ഇത്തിരി അരിമാവ്, ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ച്. എന്നിട്ട് കുറച്ച് കൊഞ്ചെടുത്ത് എനിക്ക് വേണ്ടി മാത്രം ഒരു മുളക് കറി പോലെ വെക്കാമെന്ന് വിചാരിച്ചു. കൂട്ടത്തിൽ തന്നെ ഒരു പയറും മെഴുക്ക് പുരട്ടിയും കൂടെ ആക്കുന്നുണ്ട്. അപ്പോൾ പയറും മെഴുക്ക് പുരട്ടി ആക്കാനായിട്ട് ഒരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടിട്ട് ഈ പയറിട്ട് ഞാൻ മെഴുക്ക് പുരട്ടി എടുക്കുന്നത്. ചില സമയത്ത് കുരുമുളക് പൊടി ഇടും, പച്ചമുളകൊന്നും ഇടാറില്ല, കാരണം എസ്തമ കഴിക്കത്തില്ല. പിന്നെ ചെമ്മീൻ മുളകിടാനായിട്ട് ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും തക്കാളിയും പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് വെള്ളവും കൂടെ ഒഴിച്ചിട്ട്, ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്, ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് തിളച്ച് വരുമ്പോഴത്തേക്കും മീനും കൂടെ ഇട്ട് കറിവേപ്പിലയും ഇട്ട് അടച്ച് വയ്ക്കും. അടച്ച് വെച്ച് നന്നായിട്ട് പറ്റി വരണം. ഇത് ഞാൻ യൂട്യൂബിൽ നോക്കിയാണ് കണ്ടുപിടിച്ചത്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കുന്നത്. വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അപ്പോഴത്തേക്കും പയറും മെഴുക്ക് പുരട്ടി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങയൊന്നും ഇടാതെ ഒരു മോരും കാച്ചി. ഇതിനിടയ്ക്കാണ് ഞാൻ ആലോചിച്ചത് നാളെ രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുമെന്ന്. അപ്പോൾ എന്തായാലും അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 2.25 കപ്പ് അരി എടുത്ത് കുതിരാനായിട്ട് വെച്ച്. 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ അപ്പമൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഞാനൊരു 10:30 ആകുമ്പോൾ തന്നെ അരി കുതിരാനായിട്ട് വെക്കും. എന്നാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 3-4 വെള്ളത്തിൽ കഴുകിയിട്ട് ചെറു ചൂടുവെള്ളം ഒഴിച്ചാണ് കുതിരാനായിട്ട് വെച്ചത്. പിന്നെ ഉച്ചക്കത്തേക്ക് അത്യാവശ്യം കഴിക്കാൻ വന്നപ്പം കൊഞ്ച് വറുക്കാനായിട്ട് നിൽക്കി. ഈ സമയം ഹെയ്സു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കും ആൾ. അങ്ങനെ പിന്നെ ഇപ്പം കിടക്കുന്നില്ല, ഒരു വിധത്തിൽ കിടക്കുന്നില്ല. പിന്നെ അവളെയും പിടിച്ച് നിന്ന് തന്നെ കൊഞ്ചൊക്കെ വറുത്തെടുത്ത്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഉച്ചക്കത്തെ ലഞ്ചെന്ന് പറയുന്നത് ചോറും, ഞാൻ കഴിച്ചതാണ്, ചോറും ചെമ്മീൻ മുളകിട്ടതും. ഇങ്ങനെയാണ് ആ പേര്. ഞങ്ങളിവിടെ കൊഞ്ചെന്നാണ് പറയുന്നത്, അങ്ങനെ ചെമ്മീനൊന്നും അങ്ങനെ ഞങ്ങൾ പറയാറില്ല. പിന്നെ കുറച്ച് പയറ് മെഴുക്ക് പുരട്ടിയായിരുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട്